വാർത്തകളിലേക്ക് DGP റവാദ ചന്ദ്രശേഖർ ഇന്ന് കണ്ണൂരിൽ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും. TP കേസിലെ പ്രതി കൊടിസുനിയുടെ പോലീസ് കാവലിലെ മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ JSC തേടും. സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കാൻ തെളിവില്ലെന്നും അതിനാൽ കേസെടുക്കാൻ ആവില്ലെന്നാണ് തലശ്ശേരി പോലീസിൻ്റെ ന്യായീകരണം. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഈ DGP ഇന്ന് കണ്ണൂരിൽ എത്തുന്നുണ്ട്. ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ. നിഖിൽ, DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് ഉച്ചയ്ക്ക് 12:30 കണ്ണൂരിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. അവിടെ വെച്ച് കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കൊടിസുനിയുടെ മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിജസ്ഥിതി എന്താണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ നേരിട്ട് അദ്ദേഹം ചോദിച്ചറിയും. കാരണം പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു കൊടും കുറ്റവാളിയായ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഷിനോജ് അടക്കമുള്ള ആളുകൾ പോലീസിന്റെ കാവലിൽ മദ്യപിച്ച സംഭവം. അത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ ഉൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് തേടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ കൊടിസുനിയുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ കേസെടുക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കാരണം സ്വമേധയാ കേസെടുക്കാൻ യാതൊരു തെളിവുമില്ല എന്ന് പറയുന്നു. ആർക്കും പരാതിയില്ലെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ പറ്റാതെ കേസ് നിലനിൽക്കില്ലെന്നൊരു വാദം കൂടി പോലീസ് ഉയർത്തുന്നുണ്ട്. അതേസമയം ഈ വിവരം പുറത്തു വന്ന അന്ന് തന്നെ കൊടിസുനിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ കൃത്യമായി രക്തത്തിൽ നിന്ന് മദ്യത്തിന്റെ അളവ് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അത്തരമൊരു നടപടിയിലേക്കൊന്നും അന്ന് പോലീസ് പോയിരുന്നില്ല. അത്തരത്തിൽ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കൊടിസുനിക്ക് പരോൾ അടക്കമുള്ള യാതൊരു ആനുകൂല്യവും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഉൾപ്പെടെ മനഃപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു എന്നൊരു വിമർശനം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. കൊടും കുറ്റവാളികളായ CPM ക്രിമിനലുകളായ ആളുകൾക്ക് പോലീസ് സംരക്ഷണയിൽ എന്ത് കാര്യവും മദ്യപാനം ഉൾപ്പെടെയുള്ള എന്ത് കാര്യവും ചെയ്യാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അത് പോലീസ് സേനയ്ക്ക് ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. ഏതായാലും DGP ഇന്ന് കണ്ണൂരിൽ വരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിഖിൽ, ശരി.